നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേയേറെ ദിവസങ്ങളായി, ഞാനിപ്പോൾ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയുന്ന വാക്കിതായിരിക്കും, കുറേയേറെ ദിവസങ്ങളായി എന്തോ അടുപ്പിച്ചങ്ങോട്ട് വീഡിയോ ഇടാനുള്ള സാഹചര്യം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ കുറേ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഇടേണ്ടി വരുന്നത്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിൽ 17,817 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് ഓരോ ജില്ലയുടെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു ലാബ് അസിസ്റ്റൻറ്റ് കൊല്ലം. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ സപ്ലി ലിസ്റ്റിലാണെന്ന് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സപ്ലി ലിസ്റ്റിൽ എന്തായാലും നല്ലൊരു റാങ്ക് എനിക്കുണ്ട്. കാര്യമൊന്നും ഇല്ലെങ്കിലും ഈഴവ സപ്ലി ലിസ്റ്റിൽ റാങ്ക് 2 കേട്ടോ. റാങ്ക് 2 മേടിക്കാൻ പറ്റി. വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കട്ട് ഓഫുമായിട്ട് എൻ്റെ മാർക്കിന്. അതായത് കട്ട് ഓഫ് 77.66 ആണെങ്കിൽ എൻ്റെ മാർക്ക് 77.31 ആയിരുന്നു. അപ്പം സെക്കൻഡ് റാങ്ക് ഉണ്ട്. ഈഴവ സപ്ലി ലിസ്റ്റിലാണ്, മെയിൻ ലിസ്റ്റിലല്ലേ. ഈഴവ സപ്ലി ലിസ്റ്റിൽ സെക്കൻഡ് റാങ്ക് ആണ്. മെയിൻ ലിസ്റ്റിൽ ആകെ 69 പേരേ ഉള്ളൂ. ഈഴവ സപ്ലി ലിസ്റ്റിൽ 17 പേര്, അതിൽ 2ാം റാങ്ക് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ജില്ലയിൽ എനിക്കൊന്ന് എറണാകുളം, കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നല്ല റാങ്ക് മേടിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പം എൻ്റെ റാങ്ക് ഇങ്ങനെയാണ്, ലാബ് അസിസ്റ്റൻറ്റ്. പിന്നെ ഇപ്പോഴത്തെ ലൈഫ്, ഞാനിപ്പോൾ പഠിക്കുന്നുണ്ടോ, അടുത്ത ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നതൊന്നും തന്നെ ഒരു പഠനമല്ലേ. ആ രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഫുള്ളി ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അതെൻ്റെ ഒരു പോസിറ്റീവ് വശമാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോഴും PSC മാറിയിട്ടില്ല. പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം നന്നായിട്ട് അതൊന്ന് പഠിക്കണം, റെഫർ ചെയ്യണമല്ലേ. ആ രീതിയിൽ ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പിന്നെ ഏത് എക്സാമാണ് ഇനി ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൽ നല്ല എക്സാമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ഇനിയും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ SBCID കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് അതൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള എക്സാം. പിന്നെ അഡ്വൈസിൻ്റെ കാര്യം കുറേ പേര് ആരൊക്കെയോ അഡ്വൈസ് ആയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എനിക്ക് പെട്ടെന്ന് അഡ്വൈസ് ആവാൻ ചാൻസ് കൂടുതൽ സെക്രട്ടേറിയറ്റ് OA, അതേപോലെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് തന്നെ 2 മാസം കഴിഞ്ഞു. ഇന്നലെ 2 മാസം തികഞ്ഞു. അപ്പം ഇതുവരെ അതിൻ്റെ അഡ്വൈസിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ല. ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ്. ഇന്നും പ്രതീക്ഷിച്ചിരുന്നയാ, ഇന്നും വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കിട്ടുമെന്ന് എനിക്കൊരു യാതൊരു ഉറപ്പുമില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പേരുടെ അഡ്വൈസാണ് എഴുതുന്നതെന്ന് പറഞ്ഞാലും അതിൽ ഉൾപ്പെടുമോ ഫസ്റ്റ് അഡ്വൈസിൽ. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറാണ്, ഫസ്റ്റ് അഡ്വൈസിൽ ഉൾപ്പെടുവോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിന് നിലയിൽ നിൽക്കുകയാണ്. ഉൾപ്പെട്ടാൽ വളരെയധികം സന്തോഷം. ഉൾപ്പെട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ആദ്യത്തെ അഡ്വൈസ് ആവാൻ ചാൻസ് സെക്രട്ടേറിയറ്റ് OA തന്നെയായിരിക്കും. അത് ഏകദേശം അടുത്തെത്തി. ഇപ്പോൾ ആദ്യത്തെ 2 അഡ്വൈസ് പോയി. അതിൻ്റെ 3ാമത്തെ സെറ്റ് ഓഫ് അഡ്വൈസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് എൻ്റെ റാങ്കുമായിട്ട്. അപ്പം കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അഡ്വൈസ് ആയില്ലെങ്കിൽ ഉടനെ സെക്രട്ടേറിയറ്റ് OA ആയിരിക്കും. പിന്നെ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ എന്ന് തോന്നുന്നു. അതിനെ പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കുന്നു. അഡ്വൈസിൻ്റെ കാര്യം അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് രണ്ടുമായിരിക്കും, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആദ്യം അഡ്വൈസ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വേണം എന്ന് അത് തന്നെ, അതായത് ഡിഗ്രി ലെവൽ പോസ്റ്റാണ്, ഒരു നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ അത് തന്നെ അഡ്വൈസ് വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്കാർക്ക് അത് അഡ്വൈസ് ആയാൽ ഉടനെ ഡിലീഷൻ കൊടുക്കാമെന്നുള്ള രീതിയിലുമാണ് നിന്നത്. പക്ഷെ ഇത്രയും ദിവസങ്ങൾ കാത്തിരിക്കുവാണ്. കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടുന്നതല്ലാതെ അഡ്വൈസ് വരുന്നില്ല. അപ്പം അഡ്വൈസ് ഉടനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിൽ ഞാൻ ഉൾപ്പെടുവോ ഇല്ലയോ എന്നാണ് ഇനി കാണേണ്ടത്. അതും ഒരു മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, പിന്നെ കുറേ പേരുടെ ഡൗട്ട്, ഞാൻ ഇനി ക്ലാസ് എടുക്കുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിൽ കയറിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ, അത് റൂളിനെതിരല്ലേ എന്നൊക്കെ ആരൊക്കെയോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെയ്ഡ് ക്ലാസ്സുകൾ അറിയാമല്ലോ, ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറിയിരുന്നോണ്ട് നമ്മൾ വേറെ വരുമാനം ഉണ്ടാവുന്ന വേറൊരു ജോലിയും ചെയ്തുകൂടാ. അപ്പോൾ ആ ഒരു നിലയ്ക്ക്
പെയ്ഡ് ക്ലാസ്സുകളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി അല്ലേ. പെയ്ഡ് ക്ലാസ്സുകളൊന്നും പിന്നെ ഞാൻ എടുക്കത്തില്ല. ഇപ്പം ഞാൻ നിലവിൽ SCRT കോഴ്സും അതേപോലെ കമ്പനി ബോർഡ് LGSന്റെ കോഴ്സുമാണ് ടെലഗ്രാം വഴി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 കോഴ്സിൻ്റെയും അഡ്മിഷൻ ഞാൻ ഇതുവരെ എനിക്ക് അഡ്വൈസോ അപ്പോയിൻമെൻറ്റോ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പം എനിക്കിപ്പോൾ എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പം ഞാൻ എൻ്റെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. SCRT ആണെങ്കിൽ ഞാൻ 7th വരെ കംപ്ലീറ്റ് ചെയ്തു, batch 1. ബാക്കിയെല്ലാം റെക്കോർഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, batch 2 batch 3. അപ്പം ഞാൻ 7th വരെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി 8, 9, 10 അത് ഈ എന്താണ് ഈ അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ഈ കാലാവധിക്കുള്ളിൽ എടുത്ത് തീർക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ കമ്പനി ബോർഡ് LGS ആണെങ്കിലും കുറേയേറെ ക്ലാസ്സുകളൊക്കെ അവരെയും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഇനിയും ഉണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അപ്പോയിൻമെൻറ്റ് അല്ല അഡ്വൈസ് വരുന്ന ടൈം തന്നെ ഞാൻ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. പിന്നെ പൈസ അതായത് എന്താണ് ഫീ വാങ്ങിയിട്ടുള്ള ആ ഒരു സിസ്റ്റം നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള കോഴ്സ് ഈ ഒരു അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് വരുന്ന കാലാവധിക്കുള്ളിൽ ഞാൻ പഠിപ്പിച്ച് തീർക്കുന്നതായിരിക്കും. ഏകദേശം ഇതുവരെ സെറ്റാക്കി വെച്ചുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. അപ്പം ഡിഗ്രി ലെവൽ ഇപ്പോൾ നമ്മളെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി തുടങ്ങാവോ എന്ന്. ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെയൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് അവരത് കൂടുതൽ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ എനിക്കത് തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഇതാണ്. അഥവാ ഞാനിപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അഡ്വൈസും അപ്പോയിൻമെൻറ്റും ആയിക്കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് എന്നെ വിശ്വസിച്ച് കൂടെ വരുന്നവരെയും കൂടെ ഞാൻ എന്താണ് സങ്കടത്തിലാക്കുന്നൊരു കാര്യമാണ്. ഞാനും സങ്കടത്തിലാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡിഗ്രി ലെവൽ ഒരു ബാച്ച് ഞാൻ ഉടനെ അതിൻ്റെ കാരണം ഇതാണ്, ഡിഗ്രി ലെവൽ ഒരു ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പം പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇപ്പം കമ്പനി ബോർഡ് LGS SCRT ആ 2 കോഴ്സിനെ ഒതുക്കി നിർത്തിയത്. കമ്പനി ബോർഡ് LGSന്റെ batch 2 November 10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിനകത്ത് അഡ്മിഷൻ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് നാളൊന്നും അഡ്മിഷൻ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ലൈഫ് പോകുന്നത്. എന്താണ് ഒരുവിധം സെറ്റായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ഒരുവിധം സെറ്റായി എന്ന് പറയാം. പക്ഷെ അതിങ്ങനെ ഡൗട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താണ് ഫസ്റ്റ് അഡ്വൈസ് പോയി പിന്നെ അതിൻ്റെ NJD കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായാലേ സെക്കൻഡ് അഡ്വൈസ് ഒക്കെ വരത്തുള്ളൂ. ഫ്രഷ് വേക്കൻസി ഇനി എക്സ്പെക്ട് ചെയ്യാത്തൊരു പോസ്റ്റാണ്. ഇനി ഫ്രഷ് വേക്കൻസിയെ പറ്റിയിട്ടൊന്നും ഇനി ഒരു തീരുമാനം ആയിട്ടില്ലാത്തൊരു പോസ്റ്റാണ്. അപ്പം എന്തോ ഫസ്റ്റ് അഡ്വൈസ് പോയില്ലെങ്കിൽ പിന്നെ കുറേ കാലതാമസം എടുക്കുമായിരിക്കും അതിൽ നിന്ന് അഡ്വൈസ് ആവാനായിട്ട്. അപ്പോൾ അത് പോവുമോ അതോ സെക്രട്ടേറിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമോ ഏതാണ് എന്ന് ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ഏതാണ് കിട്ടാൻ പോകുന്നത് ആ ഒരു ആകാംക്ഷയിലിരിക്കുകയാണ്. പിന്നെ പുറകെ ഓരോ ലിസ്റ്റുകളുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, KSFE ലിസ്റ്റ്. പിന്നെ എന്താണ് ലാബ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, സപ്ലിയിലായതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. പിന്നെ ASM വരാനിരിക്കുന്നു. ASM കൊല്ലം ഇതുവരെ സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. പ്രൊഫൈൽ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല, അതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ LDCയും ഉടനെ ഒന്നും 524 റാങ്ക്. LDC ഉടനെ ഒന്നും എന്തായാലും അഡ്വൈസ് വരത്തില്ല. അത് അത്രയൊന്നും എന്താണ് 524 അപ്പം കുറേ താമസിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഏതായാലും എൻ്റെ മനസ്സിൻ്റെ ഏത് അഡ്വൈസ് വന്നാലും നിങ്ങളെ അറിയിക്കും. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം എന്താണ് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. മെയിനായിട്ട് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് പറയണമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന്. മെയിനായിട്ട് നമ്മുടെ കോഴ്സും കാര്യങ്ങളും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് മെയിൻ. എന്നതിൻ്റെ ഒരു ജോബ് എൻ്റെ ഒരു ഉത്തരവാദിത്വം പോലെയാണ് ഞാൻ അത് കാണുന്നത്. അപ്പം കൂടുതലായിട്ടും കോഴ്സും നമ്മളെ പഠിപ്പിക്കുന്ന നോട്ട്സ് ടൈപ്പ് ചെയ്യലും കറണ്ട് അഫയേഴ്സ് ടൈപ്പ് ചെയ്യലും അതെല്ലാം തന്നെ. കറണ്ട് അഫയേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അല്ല ഈ കോഴ്സൊന്നും എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ബുക്കൊക്കെ മടക്കി വെച്ച് ഇതുമായിട്ടൊരു ടച്ചും ഇല്ലാതെ നിന്നേനെ. അതാണ് ഈ കോഴ്സ് കൊണ്ട് എനിക്ക് വേറെ എന്തിനേയും കാട്ടി ഉപരി അതാണ് ഏറ്റവും വലുതായിട്ട് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും ആ ഒരു PSCയുടെ ടച്ച് വിടാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.